കുഞ്ചിത്തണ്ണി ടൗണിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴയെ തുടർന്നുണ്ടായ മഴവെള്ളപ്പാച്ചിലിന് ഇടവരുത്തിയത് സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമെന്ന ആക്ഷേപം. പല വഴിയെ ഒഴുകേണ്ട വെള്ളം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരു വഴിയെ ഒഴുകിയതാണ് ശക്തമായ വെള്ളപ്പാച്ചിലിന് കാരണമായതെന്ന് സമീപവാസികൾ പറയുന്നു. അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളതായി പള്ളിവാസൽ പഞ്ചായത്ത് അധികൃതരും പറഞ്ഞു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലായിരുന്നു കുഞ്ചിത്തണ്ണി ബൈസൺവാലി റോഡിൽ കുഞ്ചിത്തണ്ണി ഫെഡറൽ ബാങ്കിന് സമീപം ശക്തമായ മഴവെള്ളപ്പാച്ചിലും വെള്ളമൊഴുക്കിനെ തുടർന്ന് റോഡിലേക്ക് മണ്ണിടിച്ചിലുമുണ്ടായത്. സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ പ്രദേശത്തു നിന്നും ചില ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളത്. കുഞ്ചിത്തണ്ണി രാജാക്കാട് റോഡരികിൽ സ്വകാര്യ വ്യക്തി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനം മഴവെള്ളപ്പാച്ചിലിന് ഇടവരുത്തിയതായാണ് ആക്ഷേപം. പല വഴിയെ ഒഴുകേണ്ട വെള്ളം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരു വഴിയെ ഒഴുകിയത് ശക്തമായ വെള്ളപ്പാച്ചിലിന് കാരണമായതായി സമീപവാസികൾ പറയുന്നു. 2018 ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. 2018 പ്രളയത്തിന്റെ സമയത്ത് ആ കെട്ടിടം മണ്ണിടിഞ്ഞു. ഉരുൾപൊട്ടലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ കെട്ടിടത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം അവിടുന്ന് ആ കെട്ടിടം ഇടിഞ്ഞു വന്ന് ഇവിടെ NSSന്റെ ഒരു ഓഡിറ്റോറിയം, ഇവിടെ യേശുദാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വീടും നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ആ അതേ വ്യക്തി ഇന്ന് അതേ സ്ഥലത്ത് ഒരു കെട്ടിടം പണിത് ആ കെട്ടിടത്തിന്റെ ഓട മുഴുവനും അടച്ച് ആ അടച്ച ഓടയിലെ വെള്ളം വന്നതാണ് ഈ ഇത് മൊത്തം ഉണ്ടായത്. ഈ താഴത്തെ ടൗണിൽ 10-40 കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു വ്യക്തിക്ക് ഒരു പെർമിറ്റും ഇല്ലാത്ത ഒരു കെട്ടിടം പണിത് ആ പെർമിറ്റും ഇല്ല, കെട്ടിടം പൊളിക്കാൻ ഓർഡർ ഉള്ളതാണ്. ആ ഓർഡറുള്ള ആ വ്യക്തി ആ കെട്ടിടത്തിന്റെ മുമ്പിൽ കൂടെ പോയ സകലമാന ഓട അടച്ചിട്ടാണ് ഈ നാശനഷ്ടം കുഞ്ചിത്തണ്ണി താഴത്തെ ടൗണിൽ ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് വെള്ളമൊഴുകി പോകേണ്ടുന്ന വഴിയിൽ തടസ്സമുണ്ടായതായി സമീപവാസികൾ ആക്ഷേപം ഉന്നയിക്കുന്നു. അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളതായി പള്ളിവാസൽ പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി.